ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചു, സാർ, നമ്മൾ മുസ്ലിങ്ങൾ ഓണസദ്യ കഴിക്കുന്നത് തെറ്റാണോ? ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പറഞ്ഞു, സാർ, എനിക്ക് സ്കൂളിലും കോളേജിലും നാട്ടിലും മറ്റുമൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഓണമൊക്കെ വരുമ്പോൾ എന്നെ അവരുടെ വീട്ടിലേക്ക് ഓണസദ്യ ഉണ്ണാൻ വേണ്ടി ക്ഷണിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ മൂല്യന്മാരും ഉസ്താദുമാരൊക്കെ നിങ്ങൾ ഓണസദ്യ കഴിക്കരുത്, അത് നിഷിദ്ധമാണ്, അത് മതനിന്ദയാണ്, അനിസ്ലാമികമാണ്, അത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഞാൻ സദ്യ കഴിക്കാൻ പോയാൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ, അഥവാ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ആ സുഹൃത്തിന് വിഷമമാവുമോ? ഈ ഒരു കാര്യത്തിലേക്ക് വല്ലാത്ത കൺഫ്യൂഷനിലാണ് സാർ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വിഷയത്തിൽ എന്താണ് സാറിൻ്റെ നിലപാട് ചോദിച്ചു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അവനോട് എന്ത് മറുപടിയാണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ പോകുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുമെന്നറിയാം. ഓണസദ്യ കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ തന്നെ വേണ്ടേ പറയാൻ, അത് പറയാൻ വേറൊരാൾ വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ മാവേലിയിൽ വിശ്വസിക്കണ്ട, മഹാവിഷ്ണുവിൽ വിശ്വസിക്കണ്ട, മഹാവിഷ്ണുവിൻ്റെ ദശാവതാര കഥയിൽ വിശ്വസിക്കണ്ട, വാമനനിൽ വിശ്വസിക്കണ്ട. മാത്രമല്ല, ഓണവുമായി ബന്ധപ്പെട്ട ഒരു പുരാണത്തിലോ ഒരു ഐതിഹ്യങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷേ നിങ്ങളെ അത്രയും സ്നേഹത്തോടു കൂടി നിങ്ങളെ ക്ഷണിച്ച ആ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അയൽക്കാരൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കാനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇത്രയും ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കെ നിങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നത് കൊണ്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നിങ്ങളോട് ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടും നിങ്ങളെ കാര്യമായ ഒരു പരിഗണിക്കുന്നത് കൊണ്ടുമാണല്ലോ അയാൾ നിങ്ങളെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. നമ്മളാണെങ്കിലും കാണുന്നവരൊക്കെ ക്ഷണിക്കുമോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, നമുക്ക് സ്നേഹമുള്ള ആളുകളെ മാത്രമല്ലേ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സുഹൃത്ത് നിങ്ങളെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഉള്ളിൽ നിങ്ങളോട് അത്രയും സ്നേഹവും പരിഗണനയും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് നേരക്ക് നിങ്ങൾ ഒരു മതത്തിൻ്റെയും ഒരു നിയമത്തിൻ്റെയും പേര് പറഞ്ഞ് മുഖം തിരിച്ചു നടക്കുന്നത് ശരിയല്ല. ആ സ്നേഹത്തെ നിങ്ങൾ മാനിക്കണം, അവൻ്റെ ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും പറയുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്. നിങ്ങളുടെ സഹജീവികളുടെ സ്നേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു നടക്കാൻ, പുറംതിരിഞ്ഞു നടക്കാൻ ഒരു മതവും നമ്മെ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ധാര എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. പരമമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. നിങ്ങളെ ഒരു ഹിന്ദു സുഹൃത്ത് നിങ്ങളെ ഓണസദ്യക്ക് വിളിച്ചാൽ നിങ്ങൾ പോകണം. അവൻ്റെ സ്നേഹത്തെ വിശ്വസിച്ച് അവൻ്റെ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള അവൻ്റെ ഒരു പരിഗണനയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോവുകയും അവൻ്റെ ആ സ്നേഹത്തിൻ്റെ വീതം പറ്റുകയും ചെയ്യണം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതുപോലെ നാളെ നിങ്ങളെ ഒരു ക്രിസ്തവ സുഹൃത്ത് അവൻ്റെ വീട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ക്ഷണിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ പോകണം. അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മധുരം അത് നിങ്ങൾ പങ്കിട്ട് കഴിക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നാളെ നമ്മുടെ വീട്ടിൽ വല്ല പെരുന്നാളോ മറ്റു ആഘോഷങ്ങളോ ഉണ്ടായാലും അവരെയും ക്ഷണിച്ച് അവർക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഈ രീതിയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും സിഖനും പാഴ്സിയും എല്ലാം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൈകോർത്തും ഉള്ളത് പങ്കിട്ട് കഴിച്ചുമുള്ള ആ ഒരു ജീവിതമുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം. മരിച്ചതിന് ശേഷം കിട്ടാൻ പോകുന്ന സ്വർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാക്കണമെന്ന് എനിക്കൊരിക്കലും അഭിപ്രായമില്ല. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുകയുമില്ല. നമ്മൾ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ഈ രീതിയിലുള്ള പരസ്പരമുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഭൂമിയെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ സർവ്വചരാചരങ്ങളെയും താങ്ങി പിടിച്ചുകൊണ്ട് നമ്മെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സ്നേഹം ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ ഭൂമി സ്വർഗതുല്യമായിരിക്കുകയുള്ളൂ. ആ സ്നേഹം എന്ന് നഷ്ടപ്പെടുന്നവോ അതോടുകൂടി ഈ ഭൂമി ഏറ്റവും നരകതുല്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജാതി മത വർഗ ഭേദങ്ങൾക്ക് അതീതമായിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ സഹജീവികളെ മാനിക്കാൻ ശ്രമിക്കുക. പരസ്പരം എല്ലാ ആഘോഷങ്ങളിലും കൈകോർത്ത് ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ആചരിച്ച് ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സ്നേഹം കൊണ്ട് സമ്പന്നമായ ഒരു ഓണം നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ആചാരങ്ങളെല്ലാം നമുക്ക് എല്ലാവരുടേതും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു
ഹൃദയംഗമമായ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഓണം. ഗുഡ് ബൈ.